ഹായ് ഹലോ, ഇന്ന് നമുക്ക് ബീഫ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. കുക്കറിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത്, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു മാഗി ക്യൂബാണ്, ബീഫിൻ്റെ ക്യൂബാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒരു 5 വിസിലാണ് ചേർക്കുന്നത്. വേറൊരു പാനിലേക്ക് 2 ടേബിൾ കോക്കനട്ട് ഓയിൽ ചേർത്ത്, പിന്നെ 3 ഏലയ്ക്ക, പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ആവശ്യം, 10 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സ്ലിറ്റാക്കി എടുത്തിട്ട് വഴറ്റിയാൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഫെനൽ പൗഡറാണ് ഒരു 1/4 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കണം, സ്ലൈസ് ചെയ്തതാണ്. പിന്നെ അത് തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ്സ് മൂടി വെക്കാം. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ച് അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് സമയം ബീഫ് ഒന്ന് ജസ്റ്റ് മിക്സായി കിട്ടണം ഗ്രേവിയിൽ. അപ്പോൾ നമ്മളിവിടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ ഈ ബീഫ് കറി സെർവ് ചെയ്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.